കാറിൽ നിന്ന് വരുന്ന പുക ശ്വസിച്ചാൽ 2 മണിക്കൂറിനുള്ളിൽ അത് ബ്രെയിൻ കണക്ടിവിറ്റിയെ തന്നെ ബാധിച്ചേക്കാം. ഉറക്കത്തിൽ സോംനാംബുലിസ്റ്റിക്കായി കൊലപാതകങ്ങൾ ചെയ്യുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബ്രെയിൻ ട്യൂമർ കാരണം പീഡനങ്ങൾ ചെയ്യുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരേ സമയം എത്രത്തോളം കോംപ്ലിക്കേറ്റഡും സെൻസിറ്റീവുമാണ് നമ്മുടെ ബ്രെയിൻ. നമ്മുടെയൊക്കെ തലച്ചോറിലുള്ള പെരിറ്റൽ ഓപ്രക്കുലം നമ്മൾ അറിയുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തലച്ചോറില്ലായിരുന്നു. ആ ന്യൂനതയാണ് അദ്ദേഹത്തെ നമ്മൾ അറിയുന്ന സയൻറ്റിസ്റ്റാക്കി മാറ്റിയത്. ഞാൻ റൈറ്റ് ഹാൻഡറാണ്, ചിലർ ലെഫ്റ്റ് ഹാൻഡറാണ്, ചിലർ റൈറ്റും ലെഫ്റ്റും യൂസ് ചെയ്യുന്നവരാണ്. ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. ഈ കുട്ടികളെല്ലാം ഒരേ രീതിയിൽ പരിശീലിപ്പിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ഓരോ കുട്ടികളുടെയും തലച്ചോർ പ്രവർത്തിക്കുന്നത് ഒരുപോലെയല്ല. എന്നാൽ ഇവരെല്ലാം പഠിക്കുന്നതും ഒരേ സിലബസും പാഠപുസ്തകങ്ങളാണ്. അപ്പോൾ ഇവരുടെ ബ്രെയിൻ ട്യൂൺ ചെയ്യേണ്ടത് അനിവാര്യതയല്ലേ? അങ്ങനെയുള്ളപ്പോൾ ഓരോ കുട്ടികളുടെയും ബ്രെയിൻ ട്യൂൺ ചെയ്യേണ്ടത് എത്രമാത്രം അനിവാര്യമാണ്? കുട്ടികളുടെ ബ്രെയിൻ ടൈപ്പ് മനസ്സിലാക്കാനും അതിലൂടെ അവരുടെ ബ്രെയിൻ ട്യൂൺ ചെയ്യാനും അതിനനുസരിച്ച് അവരുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും അവരുടെ ആക്ടിവിറ്റികൾ മെച്ചപ്പെടുത്താനും ഫ്ലൈ ഫിറ്റ് എന്ന പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും. തീർച്ചയായും.